ഹലോ മക്കളെ, എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. +1 വരുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യം അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് 2024, അതായത് നിങ്ങളുടെ സീനിയേഴ്സ് എക്സാം എഴുതുമ്പോൾ ഏത് വിഷയമാണ് ഏറ്റവും അധികം ഡിഫിക്കൽട്ടായിട്ട് വന്നത്, ഏത് വിഷയത്തിലാണ് ഏറ്റവും അധികം പേർ തോറ്റുപോയെന്ന് എല്ലാവരും മനസ്സിലാക്കണം. കാരണം എന്നാലാണ് നമുക്ക് ആ കാണുന്ന വിഷയത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുവാൻ വേണ്ടി സാധിക്കാം. ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറയട്ടെ. സയൻസ് ടീം എടുത്ത എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഈ കാണുന്ന 4 വിഷയങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, ഈക്വലി ഡിഫിക്കൽട്ടാണ്. എല്ലാവരും നിർബന്ധമായിട്ടും ഈ കാണുന്ന 4 വിഷയങ്ങളും പഠിക്കാനുള്ള സമയം നല്ല രീതിക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് എല്ലാ വിഷയത്തിലും നല്ല മാർക്കിലേക്ക്, ഫുൾ മാർക്കിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. 2024 +1 എക്സാമിനേഷനകത്ത് കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്ത ഒരു പരീക്ഷയുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ മറുപടി പറഞ്ഞ വിഷയം മാത്തമാറ്റിക്സ്. എല്ലാ വിദ്യാർത്ഥികളും ഒരേപോലെ തന്നെ കുഴപ്പിച്ച ഒരു വിഷയമായിരുന്നു 2024 +1 എക്സാമിനേഷനകത്ത് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എന്തുകൊണ്ടാണ് മാത്സ് എക്സാമിനേഷൻ ഡിഫിക്കൽട്ടായെന്ന് പരിശോധിക്കാം. മറ്റൊന്നും കൊണ്ടല്ല, ചോദ്യപേപ്പറിലുണ്ടായ ഒരു പാറ്റേൺ ചേഞ്ച് ആയിരുന്നു. 3 ക്വസ്റ്റ്യൻസ് നമുക്ക് നിരന്തരമായിട്ട് വരുന്ന പാറ്റേണിൽ നിന്ന് മാറി വന്നിരുന്നു. അതാണ് വിദ്യാർത്ഥികളുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചത്. കോൺഫിഡൻസ് കുറവ് കാരണം പഠിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ മറന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാണുന്ന സാഹചര്യമാണ് നമ്മൾ മാറ്റേണ്ടത്. നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്, പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ നിമിഷം തൊട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് +1 ഫുൾ മാർക്ക് എന്ന് പറയുന്ന 520 520 പറഞ്ഞ മാർക്കിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുക. എവിടെ നിന്നാണ് 2024 +1 എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് മക്കളെ? തീർത്തും പറയുന്നു, NCERT ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. സൈലത്തിനകത്ത് പഠിച്ച ഒരു വിദ്യാർത്ഥിക്കും 2024 +1 എക്സാമിനേഷൻ ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. കാരണം സൈലത്തിനകത്ത് നമ്മൾ നിരന്തരമായിട്ട് NCERT ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. PYQസും വർക്കൗട്ട് ചെയ്യുമായിരുന്നു, കൂടെ തന്നെ NCERT ക്വസ്റ്റ്യൻസും ക്ലാസ്സിനകത്ത് വർക്കൗട്ട് ചെയ്യും. ആയതിനാൽ സൈലത്തിനകത്ത് പഠിച്ച 18 വിദ്യാർത്ഥികൾക്കാണ് 520 520 മാർക്ക് ലഭിച്ചിരുന്നത്. ആൻഡ് 300 വിദ്യാർത്ഥികൾ മേലെയാണ് നമ്മൾക്ക് 99% മാർക്ക് നേടാൻ വേണ്ടി സാധിച്ച ഒരുപാട് വിദ്യാർത്ഥികൾക്കാണ് മാത്തമാറ്റിക്സിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി സൈലത്തിനകത്തുള്ള എല്ലാ ഫാക്കൽറ്റീസും വൈഡ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിനകത്ത് ഡീൽ ചെയ്യാറ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് 2024-25 അക്കാദമിക് ഇയറിലെ +1 അഗ്നി ബാച്ചിലെ ഫസ്റ്റ് ബാച്ചിൻ്റെ ഒരു ക്ലാസ്സാണ്. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. NCERT ക്വസ്റ്റ്യനാണ് നമ്മൾ ക്ലാസ്സിനകത്ത് ചെയ്യുന്നത്. NCERT മാത്രമല്ലതേ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ബോർഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതായത് മുൻ വർഷത്തിൽ നിങ്ങളുടെ എക്സാമിനേഷന് ചോദിച്ച ചോദ്യങ്ങൾ. ഇങ്ങനെയാണ് Xylem ലേണിംഗ് ആപ്പ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. അതിഗംഭീരമായി NCERT ക്വസ്റ്റ്യൻസും ബോർഡ് PYQസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വളരെ സ്ട്രക്ചേർഡായ ടൈം ടേബിൾ വെച്ച് തന്നെയാണ് Xylem അഗ്നി ബാച്ചിൽ ക്ലാസ്സുകൾ നയിക്കുന്നത്, നിങ്ങൾ ബോർഡ് എക്സാമിന് ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിന് പുറമെ എല്ലാവർക്കും Xylem ലേണിംഗ് ആപ്പിനകത്തുള്ള ഒരു ഫീച്ചർ തന്നെയാണ് DPPs എന്ന് പറയുന്നത്. ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് MCQ രൂപത്തിൽ ലഭിക്കും. ഇതാണ് മാത്സിൻ്റെ ആദ്യ ചാപ്റ്ററിലെ DPPs കൊടുത്തത്. 2 DPPs കൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓപ്ഷനിലായിരിക്കും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ ഗംഭീരമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മളുടെ DPPs നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ മക്കളും ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ നിർബന്ധമായിട്ടും പറയുന്നു. അഗ്നി ബാച്ചിനകത്ത് ജോയിൻ ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികളുടെ ഈ കാണുന്ന വീഡിയോ കാണുന്നുണ്ടാകും. എല്ലാ മക്കളും ഈ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. എങ്ങനെയുണ്ട് Xylemത്തിൻ്റെ അഗ്നി ബാച്ചിൽ പഠിച്ചാൽ ഫുൾ മാർക്ക് ലഭിക്കുന്ന കോൺഫിഡൻസ് ഉള്ള എല്ലാ മക്കളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണം. ഇപ്പോൾ നിങ്ങൾക്ക് അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. അഗ്നി ഒരുപാട് വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന മാനിച്ച് 2.0 ആരംഭിച്ചിട്ടുണ്ട്. അഗ്നി 2.0 ഇപ്പോഴും അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇതാ മക്കളെ, അഗ്നി ബാച്ചിൽ നമ്മൾ സെക്കൻഡ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഈ വരുന്ന 10ാം തീയതിയാണ് നമ്മൾ അഗ്നി 2.0യുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. 1ാമത്തെ പാഠം നിങ്ങൾ പഠിപ്പിച്ച് ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് നേടിത്തരും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. See you all. Signing off, Afnas Saika from Xylem Learning. Bye bye.